പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാർക്കും ഈസി ആയിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്? നമുക്ക് ദിവസവും വരുമാനം നമ്മുടെ കയ്യിൽ എത്തുക എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ജീവിച്ച് പോകാനും അത്യാവശ്യം നല്ലൊരു കാശ് ആവശ്യമാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സിമ്പിൾ വേ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനായി നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് ചെന്നൈയിൽ നിന്നും നമ്മുടെ സ്വന്തം രവീന്ദ്ര സാറാണ്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക? ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് സാർ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം. Sure. First of all, thank you, Harita, and welcome ചെയ്തതിന്. And of course, a big thank you to M-Force channel. എനിക്ക് കുറേ കേട്ടിട്ടുണ്ട് ഈ ചാനലിനെ പറ്റി, കുറേ വീഡിയോസ് നിങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയും. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി എന്നെ ചെന്നൈയിൽ നിന്ന് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരു ബിഗ് താങ്ക് യു. സോ പ്രോജക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെപ്പറ്റി കുറച്ച് പറഞ്ഞോട്ടെ. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ചെന്നൈയാണ്, മലയാളിയാണ്. പക്ഷെ എന്നാലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പഠിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്. സോ ഒരു കോർപ്പറേറ്റ് ലൈഫായിരുന്നു ഞാൻ ആദ്യം വന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു 20-21 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല മേഖലയിലും ഞാൻ ട്രൈ ചെയ്തു. ബിക്കോസ് ജോബ് എന്ന് പറയുമ്പോൾ, ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള ആ സ്വപ്നം എന്നുള്ളത് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ജോബ് മാത്രമല്ല, സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വരണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ ഓരോ മേഖലയിലായിട്ട് മാറിയത്. ആദ്യം നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ആയിരുന്നു. ഒരു വെരി സ്പെഷ്യൽ ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയാണ് അത്. കുറേ ആൾക്കാരെ കാണാൻ പറ്റി. കുറേ ഓഫ് കോഴ്സ് വിറ്റമിൻ എം എന്ന് പറയുമല്ലോ, പൈസ കിട്ടാനുള്ള ഒരു നല്ലൊരു മേഖലയായിട്ടാണ് ഞാൻ അത് കണ്ടത്. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ചായിട്ടൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്തു. ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോയി, ഇൻഷുറൻസിലേക്ക് വന്നു, പിന്നെ റിയൽ എസ്റ്റേറ്റിൽ കുറച്ച് കാലമുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. നമ്മളൊക്കെ പണ്ട് ഈ വെബ് 1, വെബ് 2, വെബ് 3 കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ബട്ട് വെബ് 1 എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം 1 വേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. കമ്പ്യൂട്ടറൊക്കെ ആദ്യം വന്നപ്പോൾ വെറും 1 വേ കമ്മ്യൂണിക്കേഷൻ. പിന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ വെബ് 2 എന്നുള്ള ഒരു കാലം വന്നത്. അവിടെയാണ് നമ്മുടെ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ആ കാര്യങ്ങളൊക്കെ അപ്പോൾ വന്നാന്ന് പറയും. ബട്ട് അവിടുന്ന് പ്രോഗ്രസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു വെബ് 3 ടെക്നോളജിയിലേക്ക് വന്നിരിക്കുന്നത്. സോ ആ വെബ് 3 ആണെന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണ ഒരു പ്രോജക്റ്റിൻ്റെ പേര് കോയിൻഫോർജ് എന്നാണ്. UK ബേസ്ഡ് ആണ് ഇത്. ആൻഡ് വളരെ റീസെൻ്റ് ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ സ്റ്റാർട്ട് തന്നെ ഒരു ട്രെമൻഡസ് സ്റ്റാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് പറയണമെങ്കിൽ, ഹരിത പറഞ്ഞ മാതിരി നല്ല വരുമാനം എന്ന് മാത്രമല്ല, ഒരു ഡെയിലി ഇൻകം, ഈ പറഞ്ഞ ഒരു പാസീവ് ഇൻകം. എല്ലാവരുടെയും നമ്മൾ കാണുന്നത് ഒരു ആക്റ്റീവ് ഇൻകമാണ് കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു പാസീവ് ഇൻകം, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പൈസ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതൊരു 3-4 ടെക്നോളജിയിലാണ് റൺ ചെയ്യണത്. സോ ഓരോന്നിനെ പറ്റി ഞാൻ ഓരോ മിനിറ്റ് യൂസ് ചെയ്തോളാം. ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇനിയൊന്ന് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റാണത്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. ആൻഡ് ഇത് ക്രിപ്റ്റോ കറൻസിയിലാണ് റൺ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഈ 4 വാക്കും കുറച്ചു കാലം മുമ്പ് എനിക്ക് അറിയായിരുന്നില്ല. ബട്ട് ഇന്ന് ഒന്ന് മാത്രം മനസ്സിലാക്കുക, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഞാനിപ്പോൾ പറയുന്ന പ്രേക്ഷകരോടും പറയുകയാണ്, ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ സേഫ്റ്റി, സെക്യൂരിറ്റി, ലോകത്തിലെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പല മേഖലയിലും ഇന്നിപ്പോൾ ബ്ലോക്ക് ചെയിനിലേക്ക് മാറുകയാണ്. ബിക്കോസ് അതിൻ്റെ സെക്യൂരിറ്റി കാരണം. ഈ ബ്ലോക്ക് ചെയിൻ എടുത്ത ഒരു പ്രോജക്റ്റിൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ചീറ്റ് ചെയ്യാൻ പറ്റില്ല, എവിടെയും ഒന്നും ആൾക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇത്. സോ നമ്മുടെ കോയിൻഫോർജ് എന്നുള്ളത് ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഡീസെൻട്രലൈസ്ഡ് ഫോമാറ്റ് എന്നാണ്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവാം സെൻട്രലൈസ്ഡ് ഫോമാറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് അല്ലേ. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി, ഒരു ബോസ്, ഒരു മാനേജർ, ഒരു അതോറിറ്റി ഉണ്ടാവും. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ടാവും. ഈ അതോറിറ്റി ഉള്ളത് ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും, പക്ഷേ കൂടുതലും കാര്യം അതൊരു നമുക്ക് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണിയിരിക്കുന്നത്. നമ്മുടെ അതെ, എക്സാക്ട്ലി. ഇപ്പൊ നമുക്ക് നമ്മുടെ ജോബ് ഇന്നുണ്ടാവും, ഒരു ബോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ അയാൾക്ക് മാറ്റാം നമ്മളെ അല്ലേ. സോ അങ്ങനത്തെ പല ഡിസഡ്വാൻറ്റേജസും കണ്ടിട്ടാണ് മെല്ലെ കണ്ട് ഞാൻ ഈ ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിലേക്ക് വരാൻ നോക്കിയത്. അവിടെ വരുമ്പോൾ എന്താണ് വെച്ചാൽ ദർ ഇസ് എ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി. എല്ലാം നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയി കാണുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ആർക്കും ഇതിനെ ഒന്നും മാറ്റാൻ പറ്റില്ല. ഞാനിപ്പോൾ കോയിൻഫോർജ് ചേർന്നിട്ട് ഒരാൾക്കും എൻ്റെ ഐഡിനെ മാറ്റാൻ പറ്റില്ല അവിടുന്ന്. സോ അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതെല്ലാം ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലാണ്. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ഒരു പ്രീ ഡിസൈൻഡ് ഫോർമുല ആണ്. നമ്മുടെ
വരുമാനം എന്താണോ വരേണ്ടതെന്നുള്ളത് അത് നമുക്ക് മാത്രമേ വരുള്ളൂ. അത് തേർഡ് പേഴ്സണിന് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ പിയർ ടു പിയർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ കണക്ഷൻ എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടോ കൊളീഗോ ആരെങ്കിലും ആയിരിക്കാം. സോ ഇതൊരു നല്ലൊരു നിറ്റായിട്ടുള്ള ഒരു വിഷയമാണ് ഈ കോയിൻ ഫോർജനിൽ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസ്ഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്രിപ്റ്റോ കറൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ കറൻസി കുറേശ്ശെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ കുറേ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഒരു 2-3 കൊല്ലം മുമ്പ് ഇത് ലീഗലാണോ, ഇത് ബാൻ ചെയ്യുമോ ഗവൺമെൻറ്, ഇങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബിഗസ്റ്റ് പോസിറ്റീവ് ന്യൂസ് കിട്ടിയത് നമ്മുടെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാമൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കംപ്ലീറ്റ്ലി ലീഗലൈസ്ഡ് ഫോമാറ്റായിട്ട് നമ്മൾ ഇതിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ അതിനൊരു ബൈലോസ് ഒക്കെ കൊണ്ടുവന്ന് അതിനെ ഒരു ഫോർമാറ്റിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നു. ഇതൊരു ടാക്സേഷൻ സ്ട്രക്ചറൊക്കെ കൊണ്ടുവന്ന് ക്രിപ്റ്റോ കറൻസിനെ കൊണ്ടുവന്നിരിക്കണം. സോ അത്തരം ഒരു പ്രോജക്റ്റാണ് കോയിൻ ഫോർജ്. കോയിൻ ഫോർജിൽ ആക്റ്റീവ് ഇൻകമും ഉണ്ട്, പാസീവ് ഇൻകമും ഉണ്ട്. അതിനെപ്പറ്റി കുറച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ചെയ്യാം. തൽക്കാലം ഞാൻ എന്നെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓഫ് കോഴ്സ് കോയിൻ ഫോർജിൻ്റെ ഒരു ബേസിക് ടെക്നോളജി എന്താണ് റൺ ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കോയിൻ ഫോർജിനെ പറ്റിയിട്ട് ആരെങ്കിലും നിങ്ങളോട് ഇപ്പോൾ വാട്ട് ഈസ് കോയിൻ ഫോർജ് ഓർ വൈ കോയിൻ ഫോർജ് എന്ന് പറയുകയാണെങ്കിൽ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാനേ ഉള്ളൂ. കോയിൻ ഫോർജ് എന്നുള്ളൊരു പ്രോജക്റ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളൊരു സിസ്റ്റമിലാണ് റൺ ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോമാറ്റ്, ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റണ്ണിങ് യൂണിറ്റ് ആണത്. ആരും ഇതിനെ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുകയാണെങ്കിൽ പറ്റില്ല. ഇതിൻ്റെ ക്രിയേറ്ററിന് പോലും ഈ പറഞ്ഞ കോയിൻ ഫോർജിനെ ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ഒരു ഓടാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു മെഷീനാണ്. മാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് സ്മാർട്ട് കോൺട്രാക്റ്റുള്ള ഒരു വിഷയമാണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഒരു ഫോർമുല, ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ചേർന്നാൽ ഉടനെ ഇത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഒരു ഫോർമുല ഓൾറെഡി ഫിക്സ്ഡ് ആണ്. സോ ആ ഫിക്സ് ചെയ്ത ഫോർമുല പ്രകാരം നമുക്കുള്ള വരുമാനം വരും എന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. മാത്രമല്ല ഇതിൻ്റെ ഒരു ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ഇതൊരു ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം വരാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണിത്. മാത്രമല്ല ഇതൊരു ഗ്ലോബൽ ബിസിനസ്സാണ്. നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ലോകത്ത് നിങ്ങൾക്ക് ആരെ അറിയോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിനെ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വെറും ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഒരു ഐഫോണോ ഉണ്ടെങ്കിൽ മതി, നമുക്ക് ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഈ ബിസിനസ്സിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ഇൻകം, ഇതൊരു പാസീവ് ഇൻകം, ഇതൊരു ഹോം ബിസിനസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് പല ടീംസും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സൂം എന്നുള്ളൊരു വിഷയം, അത് എസ്പെഷ്യലി നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോഴാണ് ഈ സൂമിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. സോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടോ എവിടെയെങ്കിലും ദുബായിലോ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതൊരു UK ബേസ്ഡ് കമ്പനിയാണ്. സോ ടെക്നോളജി വൈസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കോയിൻ ഫോർജിൻ്റെ ആ ഒരു രീതിയിലാണ് നമുക്ക് പോകുന്നത്. സോ അതിലിപ്പോൾ ഓൾമോസ്റ്റ് 20 പ്രോജക്ട്സോളം വരാൻ പോകണമെന്നാണ് അവരുടെ റോഡ് മാപ്പ് പറയുന്നത്. സോ ആദ്യത്തെ പ്രോജക്റ്റ് അതിലത്തെ 20 ആദ്യത്തെ പ്രോജക്റ്റാണ് ഫോർജ് റേസ് എന്നുള്ള ഒരു പ്രോജക്റ്റ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഫോർജ് റേസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഒന്ന് ആക്റ്റീവ് ഇൻകം എന്നുള്ളൊരു വിഷയം, രണ്ട് പാസീവ് ഇൻകം എന്നുള്ള വിഷയം. ഈ ആക്റ്റീവ് ഇൻകം ആ ഒരു പേര് വെച്ചിരിക്കുന്നതാണ് 5 Gen മാട്രിക്സ്. 5 Gen എന്നുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ 5 ലെവൽസിൽ ഉള്ള മാട്രിക്സ് ആണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ നെറ്റ്വർക്കിങ്ങോ അല്ലെങ്കിൽ ഈ ലെവൽ ഇൻകം എന്താണോ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഹരിതേനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചോളൂ. നിങ്ങളാണ് എൻ്റെ ഫസ്റ്റ് ലെവൽ, റൈറ്റ്? ഹരിത ഒരു ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ, പക്ഷേ എനിക്കത് സെക്കൻഡ് ലെവൽ. സോ അങ്ങനെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചോളം എനിക്ക് 5 ലെവലിൽ നിന്നാണ് ഇൻകം കിട്ടുക എന്നാണ് പറയുന്നത്. ബട്ട് അതിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാലും ഇമീഡിയറ്റ് ആയിട്ട് എനിക്ക് 40% ആണ് അതിൻ്റെ ഇൻകം. ഞാൻ നെറ്റ്വർക്കിംഗ് കുറേ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി 40% കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ദിസ് ഇസ് ബൈ ഫാർ ദ ബെസ്റ്റ്. മാത്രമല്ല എനിക്ക് 40% മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹരിത വരികയാണ് എൻ്റെ ബിസിനസ്സിലേക്ക്, 40% ഉടനെ കിട്ടും. മാത്രമല്ല ലെവൽ ഇൻകം എന്നുള്ള പേരിൽ എനിക്ക് ഒരു അഡീഷണൽ 8% കിട്ടും. സോ 48% ആണ് ഒരാൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ കിട്ടുന്നത്. സോ അതൊരു ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഇൻകം അല്ലേ. എന്ന് വെച്ചാൽ ചില പേര് ചോദിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങിയാൽ എൻ്റെ പൈസ എപ്പോഴാണ് കിട്ടുക എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. വെറും 2 പേരെ വന്നാൽ തന്നെ നമ്മുടെ സോ കോൾഡ് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ബട്ട് അതല്ല നമ്മുടെ ഡ്രീം. ഇത് നമ്മുടെ ഇട്ട പൈസ തിരിച്ചെടുക്കാനല്ലല്ലോ നമ്മൾ ഒരു ബിസിനസ് ചെയ്യണത്. സോ അതിൽ കുറേ പ്രോഫിറ്റ്സ് വേണമെങ്കിൽ എത്ര പേരെ നമുക്കറിയോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഒരു ഗുണം. മാത്രമല്ല ഹരിത നാളെ ആരെ കൊണ്ടുവന്നാലും
എനിക്ക് അതിൽ നിന്നും ഒരു 8% കിട്ടുന്നതെന്ന് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. സോ ഫോർജറീസിൻ്റെ ഈ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ ലെവൽ ഇൻകമിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ചാൽ എത്ര പേരെ വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ ഫസ്റ്റ് ലെവലിൽ 5 പേരെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 പേര്, റൈറ്റ്? അപ്പോൾ ചോദ്യം ആരെങ്കിലും ചോദിക്കാം, ഇപ്പം 6ാമത്തെ ഒരാൾ വന്നാൽ ഞാൻ എന്താ ചെയ്യാമെന്ന്. നമ്മളൊന്നും ചെയ്യേണ്ട, ആളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ലിങ്ക് വഴി, നിങ്ങളുടെ റെഫറൽ ലിങ്ക് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം താഴെ കൊണ്ടുപോയി എവിടെയാണോ വീക്ക് സ്പോട്ട് ഉള്ളത് അവിടെ പോയിട്ട് അത് പ്ലേസ് ചെയ്തോളും. സോ നമുക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല, റൈറ്റ്? സോ 2 കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, എത്ര പേരെ കൊണ്ടുവന്നാലും എനിക്ക് 8% കിട്ടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ 5 പേര് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വിഷയമാണ്. അതായത് അവരുടെ താഴെ പോയി പ്ലേസ് ആവും, അവർക്ക് ആ ലെവൽ ഇൻകം എന്നുള്ള വിഷയം അവർക്ക് കിട്ടും, എനിക്കും കിട്ടും, അവർക്കും കിട്ടും, റൈറ്റ്? സോ കൊണ്ടുവരേണ്ട എത്ര പേരായാലും, അത് 5 ആയാലും 10 ആയാലും 100 ആയാലും, എനിക്ക് 40% എന്നുള്ളത് ഫിക്സ്ഡ് ആണ് ഡയറക്റ്റ് മെമ്പർഷിപ്പിന്. അതല്ലാതെ 5 ലെവൽ, സോ ഫസ്റ്റ് ലെവലിൽ 5 ആണെങ്കിൽ സെക്കൻഡ് ലെവലിൽ എത്ര ഉണ്ടാവും? 5 × 5 25 പേര്, പിന്നെ 125, 625, 3125. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ എൻ്റെ 5 ലെവൽ ഫില്ലാവുമ്പോൾ 3905 പേരുടെ നിന്ന് എനിക്ക് 8% വീതം ഓരോ സൈനപ്പിനും കിട്ടും. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാംസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 4000 പേരോളമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് 8% കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇത് മാത്രമല്ല അതൊരു ആക്റ്റീവ് കം പാസീവ് ഇൻകം ആയിട്ട് കിട്ടുമ്പോൾ ഐ തിങ്ക് ആരായാലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ട്, ഇപ്പം ഞാൻ ഇതൊരു പുതിയ കമ്പനിയാണ്, ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 100% റിസൾട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഈ ലെവൽ ഇൻകം എന്നുള്ളത് ഒരു പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്. പിന്നെ ഒരു പാർട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ ഗ്ലോബൽ ഷെയർ എന്നുള്ളത്. 40% ലെവൽ ഇൻകമിൽ 40% ഡയറക്റ്റും 8% 5 ലെവലിന്. സോ 8 × 5 നോക്കിയാൽ അവിടെ ഒരു 40% എനിക്ക് ലെവൽ ഇൻകമിൽ കിട്ടുന്നത്. പക്ഷെ ഗ്ലോബൽ ഷെയറിൽ എന്താണെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് തന്നെ എനിക്ക് 40% റെഫറൽ കമ്മീഷൻ കിട്ടും. ബാക്കിയുള്ള 40%നെ ഒരു ഗ്ലോബൽ പൂളിൽ പോയി അത് പോയി റീച്ച് ആവുകയാണ്. ഗ്ലോബൽ പൂൾ, ആ ഗ്ലോബൽ പൂൾ എന്താണ്? ഇത് പാസീവ് ഇൻകം ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹരിത ചേരുമ്പോൾ ഒരു 100 പേരായിരുന്നു എന്ന് വെച്ചോളൂ. ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 100 പേരാണ് വന്നിരിക്കുന്നത്. ഹരിത വരുന്ന ആളാണ് 101ാമത്തെ ആള്, റൈറ്റ്? ഇപ്പം എന്താവുക, ആ 40% ഹരിതയുടെ അമൗണ്ട് ഈ 101 പേരായിട്ടും ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അവർ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഹരിതയുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ലോകത്ത് കോയിൻ ഫോർജ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ 101 + 1 102 102 പേർക്ക് ഈ പറഞ്ഞ 40% സ്പ്ലിറ്റായി പോവാണ്. സോ ഇതൊരു മാസീവ് പ്രോജക്റ്റ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ്, രാത്രി ഉറങ്ങുമ്പോൾ ഒരു എമൗണ്ട് ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വരുമാനം ഇനിയും വന്ന് വീടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു ദിവസം 10ഉം 15ഉം 20ഉം 30ഉം 50ഉം ഇൻകംസ് ആണ് കുറേശ്ശെ ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഒരു ലൈഫ് ലോങ് ഇൻകമാണ്. കുറേ പ്രോജക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ളത്. ഇവിടെ ജോലി ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. സോ 2 പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് പ്രോജക്റ്റിൽ സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഒന്ന് ലെവൽ ഇൻകം ആൻഡ് ഓഫ് കോഴ്സ് ഒന്ന് നമ്മുടെ ഗ്ലോബൽ ഷെയർ. ഇത് രണ്ടും ഹാസ് ഹാപ്പൻഡ് സോ ബ്യൂട്ടിഫുള്ളി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ട് ഒരു വിത്ത് എ ബാങ് എന്നൊക്കെ പറയില്ലേ, സ്റ്റാർട്ട് വിത്ത് എ ബാങ്, ഒരു സ്റ്റാർട്ട് വിത്ത് എ ബാങ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ലോകത്തുള്ള എല്ലാ കൺട്രീസും ഇപ്പോൾ കുറേശ്ശെ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, സോ ദാറ്റ് വാട്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ? ഓക്കെ, 6 സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു. ഈ 6 സ്മാർട്ട് കോൺട്രാക്ടിന് എത്രയാണ് റേറ്റ് അല്ലേ? അതല്ലേ ഒരു ചോദ്യം ഇപ്പോൾ ഹരിതയിലുള്ള. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡേഷൻ ഈ 6 സ്മാർട്ട് കോൺട്രാക്ട് വാങ്ങാന്നാണ്. കാരണം ഈ 3ാമത്തെ കോൺട്രാക്റ്റിലും 6ാമത്തെ കോൺട്രാക്റ്റിലുമാണ് ഈ ഗ്ലോബൽ ഷെയർ എന്നുള്ള ഒരു വിഷയം വരുന്നത്. സോ ഈ 6 കോൺട്രാക്റ്റും വാങ്ങുമ്പോൾ ഓരോ പ്രാവശ്യം ഒരു സൈനപ്പ് ലോകത്ത് എവിടെ നടന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു ഗ്ലോബൽ ഷെയർ വരികയാണ്. ദാറ്റ് ഇസ് 3ാമത്തെയും 6ാമത്തെയും സ്ലോട്ടിൽ. ഈ 6 സ്ലോട്ടും വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റും നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ $1050 ആണ്. ഇന്നത്തെ ഡോളറിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 95,000 രൂപ ആണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ 6 കോൺട്രാക്റ്റും വാങ്ങാൻ പറ്റും. അല്ല, എൻ്റെ കയ്യിൽ 95,000 രൂപ എടുക്കാൻ ഉടനെ ഇല്ല, പക്ഷേ ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണം വാങ്ങുക എന്നാണ്. അതും 3 എണ്ണം വാങ്ങാൻ പറയാൻ കാരണമുണ്ട്. 3 എണ്ണം വാങ്ങിയാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലോബൽ ഷെയർ എങ്കിലും ആ 3ാമത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. സോ അതിന് നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ $300 ആണ്. ഇന്ത്യൻ മണിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 27,500 രൂപ കിട്ടിയാൽ നമുക്ക് 3 പ്രോഗ്രാമും തുടങ്ങാം. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഇതാണ്,
മാക്സിമം പുഷ് ചെയ്തിട്ട് ഒരു 6 കോൺട്രാക്ട് വാങ്ങാൻ നോക്കുക. അല്ല എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 കോൺട്രാക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതാണ് 27,500 ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളിപ്പോൾ കേട്ടത് ലെവൽ ഇൻകം എന്നുള്ള വിഷയം കേട്ടു, പിന്നെ നമ്മൾക്ക് ഗ്ലോബൽ ഷെയറിനെ പറ്റി കേട്ടു. ഈ ലെവൽ ഇൻകമിൽ എത്ര പെർസെൻറ്റേജാണ് ഞാൻ പറഞ്ഞിരുന്നത്? 40% ഡയറക്റ്റ് കമ്മീഷൻ ആൻഡ് 40% 8% വീതം 5 ലെവൽ അല്ലേ? അപ്പോൾ ബാക്കി 20% എവിടെ പോകുന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ? ആ ബാക്കി 20% ആണ് നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റോയൽറ്റിക്കും പ്രോഡക്റ്റ് ഫണ്ടിനും മാറ്റി വെച്ചിരിക്കുന്നത്. ജാനുവരി 2026 മുതൽ നിങ്ങൾക്ക് റോയൽറ്റി എന്നുള്ള ഒരു പേരിൽ ഒരു പാസീവ് ഇൻകം എല്ലാ മാസവും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ മാസവും ഒരു വലിയ എമൗണ്ട് ആയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ തുടങ്ങിയത്, നമുക്കിനി കുറേ മാസങ്ങളുണ്ട് 2025 ഫിനിഷ് ചെയ്യാൻ അല്ലേ? സോ അത് അക്യുമുലേറ്റ് ചെയ്തുള്ള ഫണ്ടിൽ നിന്ന് പിന്നെ ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റ്സ് നിന്ന് നമുക്ക് 2026 ജാനുവരി മുതൽ നമ്മൾക്ക് റോയൽറ്റി എന്നുള്ള വിഷയം വരാൻ തുടങ്ങും ഓരോരുത്തർക്കും. ഓക്കെ, സോ ഈ റോയൽറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റോയൽറ്റീന് നമുക്കൊരു ക്വാളിഫയിങ് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാനുണ്ട്. ഇപ്പം നിലവിലുള്ളത് 6 സ്മാർട്ട് കോൺട്രാക്ട്സ് ആണ്. ഇനിയും ഒരു തേർഡ് ക്വാർട്ടർ ഓഫ് 2025, ദാറ്റ് ഈസ് ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിനകത്ത് നമുക്ക് ഒരു 3 കോൺട്രാക്റ്റും കൂടി വരാൻ പോകണം. സോ അതിൻ്റെ പേരാണ് പ്രീമിയം കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഒരു ക്വാളിഫൈങ് ക്രൈറ്റീരിയ എന്നുള്ള പേരിൽ നമുക്ക് ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് ഈ 9 സ്മാർട്ട് കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുക എന്നാണ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ 6 ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കൂടി നിങ്ങൾ ഓപ്പൺ ചെയ്യാനുണ്ട്. 9 സ്മാർട്ട് കോൺട്രാക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ക്വാളിഫൈഡ് ടു അച്ചീവ് റോയൽറ്റി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൽ നിന്ന് വരുമാനം വരണമെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ 5 പേര്, നമ്മുടെ ഫസ്റ്റ് ലെവലിലുള്ള ആദ്യത്തെ 5 പേര് ഈ പറഞ്ഞ ക്വാളിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് ആ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യണം. ദാറ്റ് ഇസ് നമ്മുടെ 5 പേരും ആദ്യത്തെ ആ പറഞ്ഞ 9 കോൺട്രാക്ട്സും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്തായിട്ട് മാറുകയാണ്? നിങ്ങളൊരു പയനിയർ ആയിട്ട് മാറുകയാണ്. ഈ ബിസിനസ്സിൽ നമ്മളൊരു പേര് കൊടുത്തിരിക്കുന്നതാണ് റോയൽറ്റിയുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ, പയനിയർ. നിങ്ങളൊരു പയനിയർ ആയിട്ട് മാറുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് 20% നിങ്ങൾക്ക് ഓരോ മാസവും ജാനുവരി 2026 മുതൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് അത് ചെറിയ എമൗണ്ട് അല്ല ഫ്രണ്ട്സ്, ഇതൊരു ഹ്യൂജ് ഇൻകം ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നിങ്ങളുടെ ആ 5 പേരെ പയനിയർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടെത്തിച്ചാൽ യു ബിക്കം സംബഡി കോൾഡ് വിഷണറി. നിങ്ങളൊരു വിഷണറിയായി മാറുകയാണ്. വിഷണറിക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ 30% ആണ് പ്രോഫിറ്റ്സ് നിന്ന് എല്ലാ മാസവും ജാനുവരി 26 മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് അവിടെ നിന്നുള്ള ലാസ്റ്റ് സ്റ്റേജ് ആണ് ട്രെയിൽ ബ്ലേസർ. അങ്ങനെ അവസാനത്തെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണ് ഒരു ട്രെയിൽ ബ്ലേസറിലേക്ക് എത്തുക എന്നുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ 5 പേരെ ഒരു വിഷണറി ആയിട്ട് മാറ്റുമ്പോൾ നിങ്ങളൊരു ട്രെയിൽ ബ്ലേസർ ആയിട്ട് മാറുകയാണ്. ആ പേരിൽ തന്നെ ആ പവർ നിങ്ങൾക്ക് കാണാം, ട്രെയിൽ ബ്ലേസർ അല്ലേ? അവിടെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് 50% ആണ് നിങ്ങളുടെ 50% നിങ്ങളുടെ പ്രോഫിറ്റ്സ് നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. റൈറ്റ് ഫ്രം ജാനുവരി 26 എവറി മന്ത്, എല്ലാ മാസവും ജാനുവരി 2026 മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ടാണ് ഈ പറഞ്ഞ ട്രെയിൽ ബ്ലേസർ എന്നുള്ള ഒരു ലെവൽ വരുമ്പോൾ. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് ലെവൽ ഇൻകം ഉണ്ട്, ഗ്ലോബൽ ഷെയർ ഉണ്ട്, റോയൽറ്റി ഉണ്ട്. ബട്ട് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, സേവ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ് എന്ന്. ഞാനൊരു നല്ലൊരു വിഷയം ലാസ്റ്റിലേക്ക് വെക്കാൻ കാരണം അവിടെയാണ് നിങ്ങൾക്ക് ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നിരിക്കുന്നത്, വിച്ച് ഇസ് എനർജി ടോക്കൺ. നിങ്ങൾ ഓരോ സ്മാർട്ട് കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുമ്പോഴും എത്രയ്ക്കാണോ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ആ വാല്യൂന്നുള്ള ഒരു എനർജി ടോക്കണും കൂടി നമുക്ക് കിട്ടുകയാണ്. ഈ എനർജി ടോക്കനെ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക നോക്കുകയാണെങ്കിൽ, എനർജി ടോക്കൺ വരുമ്പോൾ നാളെ ഇവരുടെ തന്നെ ക്രിപ്റ്റോ കോയിൻ വരാൻ പോവാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ക്രിപ്റ്റോ കോയിൻ വാങ്ങാൻ നിങ്ങൾക്ക് ഈ എനർജി ടോക്കൺ യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ റോയൽറ്റിക്ക് ആ പറഞ്ഞ എനർജി ടോക്കൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവരുടെ തന്നെ ഒരു എയർ ഡ്രോപ്പ് വരാൻ പോവാണ്. സോ ആ എയർ ഡ്രോപ്പ് വരുമ്പോൾ അതും നിങ്ങൾക്ക് ഈ എനർജി ടോക്കൺ വെച്ച് യൂസ് ചെയ്യാം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ എനർജി ടോക്കൺ ഒരു സൈഡ് കൂടി അവരൊരു പ്രോഡക്റ്റ് ആയിട്ടും തരുന്നുണ്ട്. ഇനി ഒരു സൈഡിൽ നമുക്ക് ലെവൽ ഇൻകം എന്നുള്ളൊരു ഹ്യൂജ് ഇൻകം വരുന്നുണ്ട്, ഗ്ലോബൽ ഷെയർ എന്നുള്ള ഒരു പാസീവ് ഇൻകം വരുന്നുണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് ഫൈനലി റോയൽറ്റി എന്നുള്ളത്. അതല്ലാതെ ഞാൻ പറഞ്ഞ മാതിരി ഒരു 10-20 പ്രോജക്ട്സ് അവർ ഓവറോൾ ആയിട്ടും കൊണ്ടുവരാൻ പോകുന്നത്. സോ വെൽ ബിഗൺ ഹിസ് ഹാഫ് ഡൺ എന്ന് പറയും. നല്ലൊരു തുടക്കമാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ അവിടെ എത്തി എന്നുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കോയിൻ ഫോർജ് എന്നത് ശരിക്കും ഒരു ട്രെയിൽ ബ്ലേസ് ചെയ്യാൻ പോണ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഹരിത. ശരിക്കും എന്നെ ഒന്നും കൂടി ഞാൻ താങ്ക് ചെയ്യാണ് ഹരിത, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിനും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ M-Force എന്നുള്ളൊരു ലവ്ലി ചാനൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ നല്ല ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടത് ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ് ആയപ്പോൾ. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ ഒരു ചെറിയൊരു സെഷൻ
നിങ്ങൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുക. ആൻഡ് എല്ലാവർക്കും നിറയെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം വരട്ടെ എന്നും പറഞ്ഞ് എൻ്റെ ഈ ചുരുക്കമായ കുറച്ച് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ താങ്ക് യു സാർ. ഞാൻ തന്നെ കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ്, ഒരുപാട് പ്രൊജക്റ്റുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് തവണ അത് കേട്ട് പഠിക്കുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് കമൻസ് ആയിട്ട് അതിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ച് അന്വേഷിക്കുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി. താങ്ക് യു.